അപ്പം നിങ്ങൾ വൈകിയ വേളയിലാണ് ഭയങ്കര ബോറിംഗ് ആയിട്ട്. കാരണം ഈ ലഹരിയെക്കുറിച്ചുള്ള പ്രസംഗമൊന്നും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം നിങ്ങൾ ആരും ലഹരി ഉപയോഗിക്കാത്ത ആളായിരിക്കും സാധാരണ വ്യൂവേഴ്സ് ആയിട്ട് ഉണ്ടാവുക, കാഴ്ചക്കാരായിട്ട് ഉണ്ടാവുക. ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിച്ച കാര്യം വേറൊന്നുമല്ല, ഈ ലത്തീഫിനെ പോലെയുള്ള ഇത്രയും താല്പര്യങ്ങളുള്ള ഒരാൾക്കാർ നിങ്ങളൊക്കെ നല്ലതായി വളരണം, മക്കൾ നല്ലതായിട്ട് ഉണ്ടാവണം എന്നാഗ്രഹിച്ച് ഇതുപോലുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി തരുമ്പോൾ നിങ്ങൾ അതൊക്കെ വിനിയോഗിക്കാതെ മോശമായ കുട്ടികളുടെ കൂടിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, വലിയ പൊണ്ണത്തടിയന്മാരൊക്കെ വളരെ കുറവാണ്. എല്ലാം നല്ല സ്കെൽട്ടൻ പിള്ളേരാണ്. നമ്മൾ പണ്ടത്തെ പോലെ നല്ല സിക്സ് പാക്കുള്ള കുട്ടികളാണ്. അല്ല, എല്ലാം ഒരു സ്കെൽട്ടനാണ്. നമ്മൾ ഇവരൊക്കെ വെറും സ്കെൽട്ടനാണ്. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലും കൂടും മാത്രമാണുള്ളത്. ഇവരൊക്കെ വലിച്ചു പുകച്ച് ജീവിതം നശിപ്പിക്കുകയാണ്. തലമുറ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ സാധനമാണ് ഈ ലഹരി എന്ന് പറഞ്ഞ സാധനം. ഒരു നാടിനെ ഒരു രാജ്യത്തെ വരെ നശിപ്പിക്കാനുള്ള സാധനം ഏറ്റവും കൂടുതൽ അവരെ യുവാക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു ഏറ്റവും വലിയ ഉപാധിയാണ് ഈ ലഹരി വസ്തുക്കൾ. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് പറഞ്ഞാൽ നമുക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാവില്ല. അതാണ് ആദ്യം ചിന്തിക്കേണ്ട കാര്യം. നമുക്ക് സ്ട്രോങ് ആയ തീരുമാനം ശരീരം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്ട്രോങ് ആയ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ വേറെ ആൾ പറയുന്നത് കേട്ട് ചെയ്ത് പ്രവർത്തിക്കുന്നത് വെറും ഒരു പ്രതിമ പോലെ ഒരു ഗുണമില്ലാത്ത ഒരാളായി മാറും. നമ്മളുടെയൊക്കെ നാട്ടിൽ നിന്ന് പോയില്ല എങ്കിൽ മക്കളെ നിങ്ങളൊക്കെ ഒരു നശിച്ച തലമുറയായിട്ട് മാറും. വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ടാതെ അവസാനം ഒരു മുളം കയറി ജീവനെടുക്കുന്ന മക്കളായിട്ട് മാറേണ്ടി വരും. ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾക്കൊക്കെ എത്രയോ എനിക്ക് അനുഭവങ്ങൾ 1000 അനുഭവങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ വൈകിയ വേളയിൽ അതൊന്നും പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെടുന്നില്ല.